സംസ്ഥാനത്ത് യുവതി യുവാക്കളൊക്കെ കൃഷിയിൽ നിന്ന് അകലുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ പത്തനംതിട്ട അടൂരിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ തന്നെ 4 യുവതികൾ ചേർന്നുകൊണ്ട് ഒരു കൃഷി അവരൊരുക്കിയിരിക്കുകയാണ്. ഓണത്തിനായി നിരവധി കൃഷിയും അതിനൊപ്പം തന്നെ പൂക്കൃഷിയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ തന്നെ ചോദിക്കാം, നിങ്ങൾ എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? ഞങ്ങൾ പാവല്, പടവലം, കുക്കുംബർ, പിന്നെ പഞ്ചായത്തിൻ്റെ ആയിട്ടുള്ള ബന്ദിപ്പൂ. എത്ര കൃഷിയല്ലേ, എത്ര എന്തെല്ലാം ഇനങ്ങളുണ്ട്. നിങ്ങൾ സാധാരണ ഈ പറയാറുണ്ട് യുവതി യുവാക്കളൊക്കെ കൃഷിയിൽ നിന്ന് അകലുവാണ്. നിങ്ങൾ ഈ ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് വരാൻ കാരണം? ചുമ്മാതിരുന്നപ്പോൾ ഇങ്ങനെ വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ കൃഷി ആയതുകൊണ്ട് അതിൻ്റെ ഒരു പിന്തുണയായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അതാണോ കാരണം? കാരണം അത് ചിറ്റപ്പനൊക്കെ കൃഷി ചെയ്യുന്നതാണ്. അന്നേരം ഞങ്ങൾക്ക് അന്നേരം വെറുതെ ഇരുന്നപ്പം തോന്നി അവരോട് തുടങ്ങാമെന്ന് തോന്നിയിട്ട് ഇറങ്ങിയത്. നിങ്ങൾ വിളവെടുത്തു തോന്നുന്നു കൃഷിയുടെ അല്ലേ? എന്തായിരുന്നു ആദ്യം ഞങ്ങൾ വിളവെടുത്തത് ചീരയായിരുന്നു. ചീര ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പയറൊക്കെ കഴിഞ്ഞ് പിന്നെ കുക്കുംബർ, അങ്ങനെ ഓരോന്ന്, പിന്നെ പാടവലും പാവല് അങ്ങനെയൊക്കെ ഇട്ടേക്കും. ഇത് ലാഭമാണോ കൃഷി? കുഴപ്പമില്ല, കുഴപ്പമില്ലാവും. ലാഭം തന്നെ അല്ലേ? അപ്പോൾ ഈ സന്തോഷമുണ്ടോ ഇതൊക്കെ? ഇതൊക്കെ നമ്മൾ നട്ട ഇതൊക്കെ ഇങ്ങനെ കിളുത്ത് ഫലം നൽകുമ്പോഴത്തേക്ക് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. അതാണോ ഒരു വലിയ സംതൃപ്തി? അതെ, അതാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവർ പറയുന്നത്. നമ്മൾ വന്നപ്പോൾ തന്നെ ഇവർ നേരത്തെ കൃഷിയുടെ ചില വിളവൊക്കെ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കാം, ഈ എങ്ങനെയാണ് ഈ കൃഷിയുടെയൊക്കെ ഒരു രീതിയൊക്കെ ശാസ്ത്രീയമായി തന്നെയാണോ? ഞങ്ങൾ ചാണകവളമൊക്കെ ഇടുന്നത് കൂടുതൽ, അല്ലാതെ മറ്റേ രാസവളങ്ങൾ കുറച്ച് ഉപയോഗിക്കണം, എന്നാലും ഒരുപാട് ഉപയോഗിക്കത്തില്ല. ജൈവ കൃഷിയാണ്. പിന്നെ ഇവിടുന്ന് കൃഷി വകുപ്പിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വളങ്ങളൊക്കെ തരുന്നുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അന്നേരം അവിടെ നിന്ന് തരുന്നുണ്ട് വളങ്ങളൊക്കെ. ചേച്ചിയാ കൂടുതലും ചേച്ചിയിലൊക്കെ സംസാരിക്കാം. ചേച്ചിയിലേക്ക് പോകുന്നത് ഈ കുടുംബശ്രീയുടെ ഒരു സഹായം എങ്ങനെയുണ്ട്? നല്ല സഹായമാണ് കുടുംബശ്രീ. നിങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ പേരെന്താ? കതിർ എന്ന ഗ്രൂപ്പിലെ കുടുംബശ്രീയുടെ സഹായത്തോടെയാണ് കൃഷി ചെയ്യുന്നത്. നമുക്ക് കുടുംബശ്രീ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ കൂടെ ചേരുകയാണ് ഉഷ ചേച്ചിയാണ്. ചേച്ചി, നമ്മുടെ ഇവിടുത്തെ ജില്ലാ DMC തന്നെ ആദിലമ്മയോടാണ്, കൃഷി ഓഫീസറാണ്. നിങ്ങൾ ഈ ചെറുപ്പക്കാരെല്ലാം കൃഷിയിൽ ഇറക്കുകയാണല്ലേ? അതെ, ഞങ്ങളെല്ലാവരും കൃഷിയിൽ ഇറക്കുകയാണ്. അതിലുപരി നമുക്ക് ഈ കൃഷി ചെയ്യുന്ന വനിതകൾക്ക് നമുക്ക് സഹായമായി നമ്മൾ കൃഷിഭൂമി ഒരുക്കി കൊടുക്കുന്നു. നമുക്ക് തൊഴിലുറപ്പ് വഴി കൃഷിഭൂമി ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് ഇവർക്കൊരു പ്രയോജനകരമായ കാര്യമാണ്. അവർക്ക് കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതേയില്ല. അപ്പോൾ നമുക്ക് തൊഴിലുറപ്പിലൂടെയാണ് ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് കാട് കളഞ്ഞൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ കൃഷിഭവൻ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് വളങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അതിലുപരി നമുക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ നമുക്ക് JLG ഗ്രൂപ്പുകൾക്ക് ലിങ്കേജ് വായ്പ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കേജ് വായ്പയ്ക്കൊപ്പം അവർക്ക് സബ്സിഡിയും കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം അവർ ചെയ്യുന്ന ഏരിയയുടെ അനുസരിച്ച് അവർക്കൊരു ഇൻസെൻറ്റീവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് 3 സഹായമാണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ അതിനെ ആകർഷിച്ചുകൊണ്ട് മാത്രമായില്ല, അവരുടെ ഒരു പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന യുവതലമുറ എല്ലാം മൊബൈലിലും ഒക്കെയാണ് കൂടുതലും സമയം ചെലവഴിക്കുന്നത്. 30 വയസ്സുള്ള 2 പേരുണ്ട്. ആരെന്ന് പറയണ്ട. ഞാൻ യാദൃശ്യമായിട്ട് നമുക്ക് ഇവരെ ഗ്രൂപ്പിലേക്ക്, അവരുടെ ചിറ്റപ്പനൊക്കെ നല്ല കർഷകരാണ്. അവരതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. അവരും മിടുക്കരാണ്. അവരുടെ ഫാമിലി എല്ലാം, കുടുംബം എല്ലാം കൃഷിക്കാരാണ്. അപ്പോൾ അതാണല്ലോ അവർക്ക് അതിൻ്റെ ഒരു പാരമ്പര്യം കിട്ടിയത്. അപ്പോൾ അവർ ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് പോയ സമയത്ത് ഇവരിങ്ങനെ തരിശുഭൂമി ഇങ്ങനെ കളച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ ഒരു കൗതുകം തോന്നി. അപ്പോൾ ഞാനിവരോട് പറഞ്ഞു, നമുക്കൊരു ഗ്രൂപ്പ് രൂപീകരിച്ച് തരട്ടെ, ഗ്രൂപ്പിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ അവരതിലേക്ക് വന്നു. ഇപ്പം എല്ലാ കാര്യങ്ങളിലുമായി ബന്ദിപ്പൂ ചെയ്തു. അതിൽ നല്ല ഇന്നലെ വിളവെടുപ്പായിരുന്നു. ബഹുമാനപ്പെട്ട പള്ളി ഗ്രാമപഞ്ചായത്ത് സുശീല കുഞ്ഞമ്മക്കുറുപ്പ് അവറുകളാണിത് വിളവെടുപ്പ് നടത്തിയത്. അതോടൊപ്പം തന്നെ കുക്കുംബറും എല്ലാം. ഈ കുക്കുംബർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കീടനാശിനികളൊന്നും അടിക്കുന്നില്ല, ജൈവ കീടനാശിനികളാണ് അടിക്കുന്നത്. മറ്റേ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുക്കുംബർ വരുന്നത് നമുക്കറിയാമല്ലോ, ഒത്തിരിയും ദിവസം നമ്മുടെ കയ്യിലിരിക്കും. പക്ഷേ ഇത് എന്ന് പറയുമ്പം നമുക്ക് യാതൊരു വിധമായ കീടനാശിനി അടിക്കുന്നില്ല. നമുക്ക് പച്ചയ്ക്ക് തന്നെ ഈ സൈറ്റിൽ തിന്നുകൊണ്ട് കഴിക്കാൻ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണം കഴിക്കാനും തരാം. ഇന്നത്തെ യാതൊരു വിഷമില്ലാത്ത നമുക്കിപ്പോൾ ഇപ്പം തന്നെ ലൈവായിട്ട് കഴിക്കാൻ തരുന്നത്. ഈ ഉഷചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, സാധാരണ ഈ പ്രായത്തിലുള്ള നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു മൊബൈലിൽ കൂടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൃഷിയിലേക്ക് വരുമ്പം അതൊരു മാതൃക കൂടിയാണല്ലേ? തീർച്ചയായിട്ടും മൊബൈൽ ഉപയോഗിക്കുന്നതിനെക്കാളും കൂടുതൽ താല്പര്യം ഇപ്പോൾ കൃഷിയിലേക്കാണോ? കൃഷി നല്ല സന്തോഷം. പൂക്കൃഷിയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ബന്ദിപ്പൂവിന്റെ കൃഷിയെ പുറത്തുണ്ട്. ഇതാണ്
മാതൃകയാണ്. മാത്രമല്ല ഇവർ ഈ കൃഷി നടത്തി വിജയിച്ച ഒരു വിജയഗാഥ തന്നെയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ആളുകൾക്ക് പറയാനുള്ളത്. എന്തായാലും പത്തനംതിട്ടയിലെ കുടുംബശ്രീ പൊളിയാണ്. കാരണം എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ വർഷം ജില്ലയിൽ. ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. നമ്മുടെ ചെയർപേഴ്സൺ പള്ളിക്കലിലേക്ക് ചെയർപേഴ്സൺ ശ്രീമതി പി കെ ഗീതയാണ് ഞങ്ങളെ എല്ലാം നയിക്കുന്നത്. ഇത് നേതൃത്വം നയിക്കുന്നത് നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് പള്ളിക്കൽ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ JLG, അത് ഏറ്റവും വലിയ വാർഡാണ്, 23 വാർഡാണ്. ഇപ്പോൾ 23 300ഓളം JLG നമുക്കുണ്ട്. ആക്റ്റീവായിട്ടുള്ളതും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന വിവിധ വാർഡുകളിലായിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് കുടുംബശ്രീ ജില്ലാ മിഷനും നമുക്ക് കുടുംബശ്രീയിലെ നേതൃത്വ പാഠവുമാണ്. ചെയർപേഴ്സൺ പി കെ ഗീതയാണ് ഇതിനകത്ത് പിന്നിൽ ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത്. ഇവർക്കും എല്ലാവർക്കും സപ്പോർട്ടായിട്ടാണ്. ഏറ്റവും വലിയ സപ്പോർട്ടിങ് ഉള്ള ഒരു ടീമാണ് പള്ളിക്കലിൻ്റെ ടീം. CDSൻ്റെ ആയാലും ADS ഭാരവാഹികളായാലും എല്ലാ വാർഡിലെയും നല്ല രീതിയിൽ കുടുംബശ്രീക്ക് നല്ല പ്രയോജനം, നല്ല രീതിയിൽ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ഒരു വരുമാനമുണ്ട് എടുക്കാൻ. തൊഴിലുറപ്പ് വഴിയായാലും കുടുംബശ്രീ എന്താണെന്ന് കുടുംബശ്രീയിൽ കൂടിയാണ് അവർ തൊഴിലുറപ്പിലോട്ട് ഇറങ്ങിത്തിരിച്ചത്. ആ തൊഴിലുറപ്പിൽ നിന്ന് അവർ കൃഷിയിലേക്ക് ഇറങ്ങിത്തന്നു. അപ്പോൾ അവർക്ക് ഏത് മേഖലയിലും അവർക്ക് മറ്റുള്ളവരെ കൂസാതെ തന്നെ, അല്ലാതെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും പൈസ എടുക്കാതെ സ്വന്തം പൈസ കൊണ്ട് അവർക്ക് പല ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും ഒരു പരിധി വരെ നമുക്ക് സ്ത്രീകളിപ്പം വരുമാനമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതൊക്കെ മുന്നേ നിന്നത് നമ്മുടെ കുടുംബശ്രീയാണ്. അവരെ തീർച്ചയായിട്ടും ഇതാണ് ചേച്ചി, ഞാൻ സൈൻ ഓഫ് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഇടപെട്ട് വീണ്ടും നന്ദി പറഞ്ഞത്. ഈ കുടുംബശ്രീയുടെ ഒരു മറ്റൊരു പ്രത്യേകത, നമ്മൾ കുടുംബശ്രീയുടെ വാർത്ത എടുക്കാൻ പോകുമ്പോൾ ഈ കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു ഒരുമയുണ്ട്. നമ്മൾ ചില ആളുകളെങ്കിലും കോമഡി സ്കിറ്റിൽ കുടുംബശ്രീയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, കുടുംബശ്രീക്ക് ഒരു ഐക്യമുണ്ട്, ഒരുമയുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് നന്ദി പറയാൻ ഉഷ ചേച്ചി വിട്ടുപോയിരുന്നത്. അത് നമ്മുടെ നിന്ന് മൈക്ക് പിന്നെയും മേടിച്ച് നന്ദി പറഞ്ഞു. അത് വളരെ മാതൃകയാണ്. കാരണം അവരുടെ ആ സന്തോഷം, കാരണം നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറല്ല. അവർക്ക് കൂട്ടായി അവരുടെ ആ കൂട്ടായ്മയോടെ അവർക്ക് അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടാണ്. എന്നാലും പത്തനംതിട്ട ഇത്തവണ ഓണക്കാലത്ത് 466 ഏക്കർ ഭൂമിയിലാണ് കുടുംബശ്രീ കൃഷി നടത്തുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, സ്ത്രീകളുടെ വലിയ മുന്നേറ്റം, അതിനോടൊപ്പം എന്നോട് നിൽക്കുന്ന യുവ കർഷകരും നമുക്ക് അഭിമാനമാണ്. പത്തനംതിട്ട അടൂരിൽ നിന്ന് കൈരളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു T. ബാബു.